രാജ്യത്തെ വമ്പൻ സ്വകാര്യ സർവകലാശാലകൾ മാത്രമല്ല, കേരളത്തിലെ സ്വാശ്രയ കോളേജുകളും കേരളത്തിൽ സ്വകാര്യ സർവകലാശാലയാകാനുള്ള ഒരുക്കം തുടങ്ങി. മന്ത്രിസഭ അംഗീകരിച്ച കരട് ബില്ലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം നടക്കുന്നത്. സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളടക്കം 10ലേറെ സ്ഥാപനങ്ങൾ ഇതിനായി നീക്കം തുടങ്ങി. സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആർട്സ് കോളേജുകളും സ്വകാര്യ സർവകലാശാല പദവിക്കുള്ള ശ്രമം നടത്താൻ ആരംഭിച്ചിട്ടുണ്ട്. ഫീസിലും പ്രവേശനത്തിലും നിയമനങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾക്ക് പൂർണ്ണ അധികാരം നൽകുന്നതാണ് മന്ത്രിസഭ അംഗീകരിച്ച കരട് ബില്ല്. സ്വകാര്യ സ്വാശ്രയ കോളേജുകളുടെ ഭൂമിയും കെട്ടിടവും സ്വകാര്യ സർവകലാശാലകൾക്കായി ഉപയോഗിക്കാമെന്ന് കരട് ബില്ലിൽ വ്യവസ്ഥയുണ്ട്. 25 കോടി എൻഡോവ്മെന്റ് തുക കെട്ടിവച്ചാൽ സ്വാശ്രയ കോളേജുകൾക്കും അപേക്ഷിക്കാം. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ തുടങ്ങേണ്ടതിനാൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ മറ്റ് ചില കോഴ്സുകൾ കൂടി ആരംഭിച്ചാലും സ്വകാര്യ സർവകലാശാല പദവി കിട്ടും. 40% സംവരണം കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുണ്ട്. ഇതിൽ പിന്നോക്ക സംവരണവും വരും. പക്ഷേ ഫീസും ചാർജുകളും തീരുമാനിക്കുന്നതിൽ പൂർണ്ണ അധികാരം സ്വകാര്യ സർവകലാശാലകൾക്ക് തന്നെയാണ്. ചാൻസലർ, പ്രോ ചാൻസലർ, അധ്യാപക, അനധ്യാപക നിയമനങ്ങളുടെയും അധികാരം സർവകലാശാലകൾക്കായിരിക്കും. വിദേശ സർവകലാശാലകളുമായി സഹകരിച്ചും പ്രവർത്തിക്കാം. എന്നാൽ നിലവിലെ സർവകലാശാലകളുടെയും കോളേജുകളുടെയും നിലനിൽപ്പിന് തന്നെ ആശങ്കയിലാക്കുന്നതാണ് പുതിയ നീക്കം.